യൂസുട്ടിയുടെ കളക്ഷൻ. ഇത് പ്രിയ സ്നേഹിതൻ ജോസുകുട്ടിയുടെ കരവിരുത് മനോഹരം. KSRTC ബസ്സുകളാണ്, പല കാലഘട്ടത്തിലുള്ള KSRTC ബസ്സുകൾ. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസോടുകൂടി ജോസുകുട്ടി നിർമ്മിച്ചതാണ്. ഇത് ഏത് കാലത്ത്, ഏത് സമയത്ത്, ഏതൊക്കെ സമയത്ത് ചെയ്തതാണ്? അതെ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ ഉപകാരമാണ്. ഇത് ഏറ്റവും പഴയ മോഡലാണെന്ന് തോന്നുന്നല്ലേ? ഏറ്റവും പഴയ മോഡൽ. പല കാലങ്ങളിലായിട്ട് KSRTC പുറത്തിറക്കിയ KSRTCയുടെ ബസ്സുകളാണ്. അതിൻ്റെ ഏറ്റവും അതിശയിപ്പിക്കുന്നത് വെറും കാറുകൾ, ആ ബസ്സുകളുടെ മോഡല് മാത്രമല്ല, അതിൻ്റെ ഉള്ളിലുള്ള സീറ്റുകൾ എത്ര മനോഹരമായിട്ടാണ് ജോസുകുട്ടി ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് എത്ര സമയം കൊണ്ടാണ് ഒരു വാഹനം? 1.5 മാസം എടുക്കും. ഇല്ലില്ല, അങ്ങനെ ഇരുന്നാൽ മതി. ഒരു വാഹനം കയറിയിരിക്കട്ടെ. ഇത് മനോഹരം. ഞാൻ ഇത് പത്രത്തിലൊക്കെ വന്നിരുന്നു എന്ന്. ഒരുപാട് പത്രങ്ങൾ, TV എല്ലാം വന്നിട്ടുണ്ട്. അതെ അല്ലേ? കുറേ വർഷങ്ങൾക്ക് മുമ്പായി. ഈ അടുത്ത് കഴിഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബർ ഇങ്ങനെ ഒരു ലോക്കൽ യൂട്യൂബറാണ് ഇതായിരുന്നു. ഇപ്പം എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യം. ഇത് വെറുതെ വാർത്തയാക്കുക എന്നുള്ളതിൽ അത്യാവശ്യം പ്രായമായി. അതെ. പക്ഷെ ഇതൊരു ഹോബിക്ക് വേണ്ടി ചെയ്തു എന്നുള്ളതല്ലാതെ ഇത് പുറത്ത് വിൽക്കാനോ അങ്ങനെയൊന്നും. അതെ. നമ്മൾ 2 മാസം കൊണ്ട് ചെലവാക്കി അത് വിറ്റാൽ തന്നെ ആരും ഇതിനെ വില പറയുന്നത് ഉപയോഗമുള്ള സാധനമല്ല. ആരും പഠിക്കാൻ തയ്യാറാവില്ല. അതിൻ്റെ വെറുതെ ഇട്ടാണ് ഇഷ്ടം. അല്ല, അത് നമ്മളുടെ ആ ഒരു മനസ്സിൻ്റെ, നമ്മുടെ സംതൃപ്തിയാണല്ലോ അതിൻ്റെ. മരിച്ചുപോയ മുൻകാല പഴയ സൂപ്പർ സ്റ്റാർ സത്യൻ ഉണ്ടല്ലോ, സത്യൻ്റെ പെങ്ങളുടെ മകൻ്റെ മകനാണ്. പഴയ സൂപ്പർ നമ്മുടെ സത്യൻ മാഷിൻ്റെ. അങ്ങനെ TV ഏഷ്യാനെറ്റിൽ വന്നിട്ട് പുള്ളിനെ വിളിച്ചു, സംസാരിച്ചു. അതിന് പുള്ളി ഇവിടെ നിന്ന് കണ്ടു. പുള്ളിക്കൊരെണ്ണം കിട്ടിയാൽ കിടന്ന് വലിയ ആഗ്രഹം. ആരും ഉണ്ടാക്കി പുള്ളിയുടെ വീട്ടുകാർക്ക് നിന്ന് കൊടുത്തു. പുള്ളി അന്ന് ഒരു 14 വർഷം മുമ്പ് 17 വേണ്ട 10 വയസ്സായിരുന്നു. അയ്യോ, ഇത്രയും കഠിനം. അവൻ മാത്രമല്ല, അവനെപ്പോലെ അത്യപൂർവം പേരെ ഇതിന് വില. അവൻ ഇത്ര ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് കൊടുക്കുക, അതിന് വില മേടിക്കാതിരിക്കുന്നത് എൻ്റെ ഒരു ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇവിടെ കേട്ടോ പുള്ളി മനസ്സിലൂടെ വരാതിരുന്നത്. പിന്നീട് ഞാൻ പലപ്പോഴും തിരുവനന്തപുരം വിളിച്ചാൽ പുള്ളിയൊക്കെ അവരുമായിട്ട് ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട്. പക്ഷേ അദ്ദേഹം ഭയങ്കര സ്നേഹം തോന്നി. ഞാൻ 2 ദിവസം പോയി കിടന്നിട്ടുമുണ്ട്. എൻ്റെ മോനിങ്ങനെ ക്യാണ്ടിക്ക് വന്നിടത്ത് അവിടെ തിരുവനന്തപുരം കിംസിലായിരുന്നു എൻ്റെ മെഡിക്കൽ. അന്ന് പുള്ളിയെ വിളിച്ചു പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ അവിടെ പോയി താമസിച്ചു. വ്യത്യാസം പുള്ളി അവിടെ ഞങ്ങൾ ഇവിടുന്ന് അവരുടെ പോയത്. അന്നേരം പുള്ളി കൂടെ 1 ദിവസം ലീവോട് എടുത്തു. നമുക്ക് അത്തരം ബന്ധങ്ങളാണല്ലോ ഇതിൽ സാമ്പത്തികം എന്ന് പറയുന്നതിനേക്കാൾ സ്നേഹബന്ധം. ബന്ധങ്ങൾ അതിമനോഹരം. ഇതിപ്പോഴത്തെ ഏതാണ്ട് അതെ ഡിഫറൻസ് ഒരു കുറവ് ഇതേ കാണിക്കാറുണ്ട്. എഴുത്തെഴുതാൻ പറ്റില്ല. താഴെയുള്ള നമ്പറുകളും ഇതിൽ നമ്പറുകളും ഉണ്ട്, ഇതിൽ വണ്ടിയുടെ നമ്പറുകളും ഉണ്ട്. KSRTC കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അഭിമാനമാണല്ലോ. ഇപ്പം നമ്മുടെ ലാലേട്ടൻ ഇതിൻ്റെ അംബാസഡറും കൂടെ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം മോഹൻലാൽ KSRTCയുടെ അംബാസഡറായി. നമ്മുടെ മോഹൻലാലാണ് ഇപ്പം KSRTCയുടെ. അതെ.